ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ വിശേഷമാണ്. ഒറോട്ടിയും നല്ല മീനിൻ്റെ കറിയും മുളകിട്ട കറിയും ഇതിനാക്കിയത്, മീൻ ഫ്രൈയും. അപ്പോൾ അനിയത്തി ഒറോട്ടി ചൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട്, കടൽ മീനല്ല പുഴമീനാണ് തോന്നുന്നു അത്. പുഴമീൻ തന്നെയാണ്. അങ്ങനെ കറിക്കുള്ളതെല്ലാം മുറിച്ച് വെച്ച് ഇനി മീൻ കഴുകണം. കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് കറിയും ആക്കി, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്ത്, പിന്നെ ചോറ് അടുപ്പത്തു നിന്ന് വേവുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഷ്ടയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് ചോറിന് വെച്ചത്. പിന്നെ പുറത്ത് കുറച്ച് സമയം വന്നിരുന്ന് അപ്പോഴേക്ക് നമ്മളെ ടൈഗറും ബൊബുഷ് എല്ലാം ബേബി ഷോ അങ്ങനെ എന്തേനും ആ ബ്ലാക്കിൻ്റെ പേര്. അപ്പുറത്തെ വീട്ടിലുള്ളവർ പോയിട്ടുന്നത്, പക്ഷേ ഇവിടെ തന്നെയാണ്, അനിയത്തിൻ്റെ വീട്ടിൽ തന്നെ. ഏത് നേരവും അവിടെ തന്നെയാണ്, ഊണോ ഉറക്കോ എല്ലാം. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടന്നിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ കാണാൻ ടൈഗറിൻ്റെ അവളെ അടിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് അന്ന് വൈകുന്നേരം ഞാൻ ഇളയമാൻ്റെ വീട്ടിലേക്ക്, ഞാനും അനിയത്തിയും ഇളയമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേനു. പോകുന്ന പോക്കിൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ടേനു. കൂത്തുപറമ്പിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്ങുകൾ, വീട്ടുകൂടലിൻ്റെ ഡ്രസ്സ്, പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് അതൊക്കെ വാങ്ങി ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞ അനിയത്തി. അങ്ങനെ ഷവർമയും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഷവർമ. ഞാൻ അവിൽ മിൽക്കും ഷവർമയാണേ പറഞ്ഞത്, പ്ലേറ്റ് ഷവർമ. പക്ഷേ അതൊരു അബദ്ധം പറ്റി. പ്ലേറ്റ് ഷവർമ കഴിച്ചതിന് ശേഷം അവിൽ മിൽക്ക് കഴിക്കാൻ പറ്റിയിട്ടേ ഇല്ല. കൂത്തുപറമ്പ് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നല്ല നല്ല ഡ്രസ്സുണ്ട് കൂത്തുപറമ്പത്ത്. നല്ല വില കുറവുണ്ട്, നല്ല വില കുറവാണ്. നമ്മൾ കൂത്തുപറമ്പ് അങ്ങനെ ടച്ചില്ലേനു. അനിയത്തിൻ്റെ ഇപ്പം വീട് കൂത്തുപറമ്പായതുകൊണ്ട് കൂത്തുപറമ്പായിട്ട് കുറച്ച് ഷോപ്പിങ്ങും അതും ഇതെല്ലാം ആയിട്ട് അങ്ങനെ ആയതാണ് കൂത്തുപറമ്പ് പരിചയം. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഷവർമ, ഒരു പ്ലേറ്റ് ഷവർമ തിന്ന് ഞാൻ അവിൽ മിൽക്ക് പാർസലെടുത്ത് അവിടുന്ന്. അനിയത്തി കോഫിയാണ് വാങ്ങിയേനു. അങ്ങനെ അവിടുന്ന് നമ്മൾ വീട്ടുകൂടലുള്ള വീട്ടിലേക്ക് വന്ന് 2 ദിവസം നമ്മൾ അവിടെ ഉണ്ടേനു. വീട്ടുകൂടലുള്ള എടുക്കുക 3-ാം തീയതി വീട്ടുകൂടൽ, 4-ാം തീയതി ഞാൻ പൂനെയിലേക്ക് വരുന്ന. അപ്പോൾ ഇത് വീട്ടുകൂടലിൽ അന്നുള്ള കുറച്ച് വീഡിയോസാണ്. കുട്ടികളതെല്ലാം എടുത്തിട്ട്, വലിയാളതും കുട്ടികളതെല്ലാം എടുത്തിന്. ഇതെൻ്റെ ആങ്ങളെയാണ്. ഇതെല്ലാം എൻ്റെ കസിൻ്റെ മക്കളാണ്. അപ്പോൾ വീട്ടുകൂടലിൻ്റെ കുറച്ച് വിശേഷങ്ങളെ എടുത്തിട്ടും, കാരണം ആൾക്കാരെയൊന്നും അങ്ങനെ വീഡിയോസിലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വീട് കാലി ഉണ്ടാവില്ലല്ലോ ആ സമയത്ത്. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാമെന്ന് വിചാരിച്ചാലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം എൻ്റെ ഇളയമാൻ്റെ മോനെന്തോ പറയുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ വീട്ടുകൂടൽ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കുറേ ലേറ്റായിന്. മൂത്ത ആങ്ങള അങ്ങ് ബാംഗ്ലൂരേക്ക് പോയി. അവൻ്റെ വണ്ടി എടുത്തിട്ടേനു വന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയി അവൻ്റെ വണ്ടിയിൽ. അപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവും ബീച്ചിലെത്തി, എൻ്റെ ഇളയ ആങ്ങളെയും ബീച്ചിലേക്ക് വന്ന്. അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്ന്. പിന്നെ ഇളയമാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം തന്നിനേനു നമുക്ക് രാത്രി കഴിക്കാനുള്ള. പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാത്രി ഞാൻ ഇങ്ങോട്ടേക്ക് പൂനെയിലേക്ക് വരുന്നതാണ് 4-ാം തീയതി രാത്രി. അപ്പോൾ അനിയത്തി പറഞ്ഞതിന് ഇന്നൊരു രാത്രിയും കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം, അവിടുന്ന് കുറച്ച് സമയം അടിച്ച് പൊളിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നമ്മളെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എനിക്കും ആങ്ങളക്കും ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങേണ്ടതുണ്ടായിരുന്നു. പൂനെയിലേക്ക് കൊണ്ടുവരേണ്ടത്, ഹൽവയെല്ലാം വാങ്ങേണ്ടതുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് ചക്കരക്കല്ല് പോകുന്നൊരു റോഡുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ നാട്. അവിടെ നിന്ന് നല്ല ഫ്രഷ് ഹൽവ കിട്ടും. അതൊരു ഹൽവേൻ്റെ ഷോപ്പ് മാത്രമാണ്, നല്ല ഫ്രഷ് കിട്ടും. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു നമ്മൾ. അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആങ്ങളെ പറഞ്ഞ് നമുക്ക് ഹൽവയെല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ച വരെ അന്ന് പുറത്ത് തന്നെയാണ്. നല്ല വെയിലും നല്ല ചൂടും പുകച്ചലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇളയമാൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ട്രെയിനിൽ നിന്നാണ് തോന്നുന്നത്. ട്രെയിനിൽ നിന്ന് തന്നെ എടുക്കുന്നത്. വീട്ടിൽ വന്ന് പിന്നെ ഒരു ഹരിവരിയായിരുന്നു. പാക്കിങ് ആക്കലും എടുത്ത് വെക്കലും. എൻ്റെ കാലിന് ഫങ്ഷനെല്ലാം കഴിഞ്ഞ ശേഷം 2 കാലിനും വീക്കം വന്നിട്ടുണ്ടായിരുന്നു. 2 കാലും ഫുള്ളിങ്ങനെ തടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആയുർവേദിക് ഡോക്ടറെ കാണിക്കേണ്ടിണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് പകൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയത്. പിന്നെ ട്രെയിനിലുള്ള കുറച്ച് കാഴ്ചകൾ, അത് നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിച്ചതാണ്. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും തേങ്ങാ ചമ്മന്തിയും തക്കാളി ചട്നിയും. ചോറ് കൊണ്ടുവന്നിരുന്നത്. ചോറ് ചൂട് കാരണം
പെട്ടെന്ന് വെടുക്കായിപ്പോയി. നല്ല കുറുവി അരിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ചോറും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മായി. അതൊക്കെ ചീത്തയായിപ്പോയി. പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ട്രെയിനിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ, എനിക്കിങ്ങനെ പുറത്തെ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രെയിനിലെ കുറച്ച് കാഴ്ചകളേ പിന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ 32 മണിക്കൂറോളം ട്രെയിനിലിരുന്നു. കാരണം റൂട്ട് മാറിയിട്ടാണ് ട്രെയിൻ വരുന്നത്. 2 രാത്രി, ഒരു പകൽ ഫുള്ളും 2 രാത്രിയും. പിറ്റേന്ന് 6-ാം തീയതി രാവിലെയാണ് നമ്മൾ എത്തിയത്. 5-ാം തീയതി രാത്രി എത്തേണ്ട ട്രെയിന് 6-ാം തീയതി രാവിലെ 6 മണിക്ക് 7 മണിക്ക് അങ്ങനെ എന്തെങ്കിലും എത്തിയത് നമ്മൾ. 24 മണിക്കൂറായിരുന്നു ട്രെയിനിൻ്റെ ടൈം. പക്ഷെ 32 മണിക്കൂറോളം നമ്മൾ ട്രെയിനിലിരുന്നിന്. റൂട്ട് മാറിയിട്ട് വരുന്നതുകൊണ്ട് ആദ്യം കാണിച്ചിനി ഇങ്ങനെ അധിക സമയം ഇരിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇത്ര ബോറടിക്കണ്ടേനോ. അപ്പോൾ ഞാൻ പുറത്തുള്ള കുറച്ച് കാഴ്ചകളെല്ലാം വീഡിയോസിലെടുത്ത് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് അന്നത്തെ വീഡിയോ. ഒരു ചെറിയ പാല് കാച്ചുന്ന സീന് മാത്രമേ ഞാൻ വീട്ടിൽ കൂടെ എടുത്തിട്ടുള്ളൂ. വേറൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഫംഗ്ഷനൊന്നും പോയാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ എടുക്കാറുമില്ല. ആരെങ്കിലും വീഡിയോയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെല്ലാം പ്രോബ്ലം അല്ലേ. കാരണം ഞാൻ സ്വയം വരുന്നില്ല വീഡിയോസിൽ. അപ്പം ഞാൻ വേറെ ആൾക്കാരെ ഇടുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ലുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് AC കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിനെക്കാട്ടിയും റിസർവേഷൻ സ്ലീപ്പറിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. ജനലിങ്ങനെ തുറന്ന് വെച്ചിട്ട് കാഴ്ചകൾ കാണണം. ഇതൊക്കെ തന്നെയാണ് നാട്ടിലുള്ള വിശേഷം. ഇനി നാട്ടിൽ പോയി വന്നതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി കുറച്ച് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോസിൽ ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.